Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു നല്ല സന്തോഷമുള്ള ഒരു വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ അങ്ങനെ കുറച്ച് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട്, കാരണം നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുമ്പോൾ പോസ്റ്റ് ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു, അല്ലാതെ തോന്നിയതൊക്കെ ഇടണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് വലിയ ക്ഷാമം വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട് പണി ഇപ്പോൾ ഫൗണ്ടേഷന്റെ പണിയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടെന്ന് പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇങ്ങനെ കട്ടിലേക്ക് വെച്ച് ഇനി ചുമര് കെട്ടി പൊക്കണ പരിപാടിയാണ്. സോ അതിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു 10-11 മണിയാകുമ്പോഴാണ് നമ്മുടെ പരിപാടി ഏകദേശം സ്റ്റാർട്ടാണ്. അതായത് ഇങ്ങനെ കട്ടില വെക്കണ ഒരു ഇത് അത്രേ ഉള്ളൂ. അല്ല, പരിപാടി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ചായ കടി, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. അപ്പോ ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അങ്ങനെ സ്വീറ്റ്സ്, പിന്നെ ഇറച്ചി പത്തിരി, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്, അതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോ ആ ഒരു ടൈം നോക്കിയിട്ട് നമ്മള് പണി നടന്നുകൊണ്ടിരിക്കണം, അടുത്തൊക്കെ പോകും. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലാണ്. അപ്പോ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. നമ്മള് ഈ കട്ടില വെക്കാണ്. എനിക്ക് ഉമ്മയും വാപ്പയൊക്കെ പറഞ്ഞു പോണ്ട, ക്ലാസ്സിന് പോണ്ട. പിന്നെ ഞാനും പോയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ക്ലാസ്സിന് പോയില്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും സന്തോഷമാണ്. ഇവിടെ ഉള്ളവർക്ക് പെരുന്നാളാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ ഉമ്മാർക്കും വാപ്പാർക്കും കുട്ടികൾ ക്ലാസ്സിക്ക് പോയിട്ടില്ലെങ്കിൽ ഈ കാര്യം ടെൻഷൻ. എന്റെ ഉമ്മാക്കും വാപ്പാക്കും നേരെ തിരിച്ചാ. ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഓരോരൊപ്പം കുത്തിരിക്കണം, എപ്പോഴും ഓരോരുത്ത് വർത്താനം പറഞ്ഞു കുത്തിരിക്കണം. അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും എന്നെ മതി. അതുകൊണ്ട് പിന്നെ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ ക്ലാസ്സിന് പോയില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഹാപ്പി മൊമെന്റ് നടക്കല്ലേ. അപ്പൊ പിന്നെ ഞാൻ ക്ലാസ് വരെ പോയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മീൻസ് ഞാൻ ക്ലാസ്സിന് പോകാത്തല്ല, നമ്മുടെ വീടിന്റെ കട്ടില വെക്കണം, അങ്ങനെ ചുമര് പണി, അതിന്റെയൊക്കെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മള് രാവിലെ നീച്ചു. ഇനി നമ്മള് ചായയൊക്കെ കുടിച്ച് ഇമ്മാന്റെ തിരക്കൊക്കെ കഴിഞ്ഞ്, ഞങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11-10 മണിയാകുമ്പത്തിനും അങ്ങോട്ട് എത്തും. എന്നിട്ട് അവിടേക്ക് എത്തിയിട്ട് നമ്മുടെ കട്ടില വെക്കുക, പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിക്കുക, പിന്നെ അവിടെ ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊക്കെ എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. പിന്നെ നമുക്ക് അവിടുത്തെ നമ്മുടെ വീടിന്റെയും കാര്യങ്ങളുടെയൊക്കെ കുറച്ച് ചുറ്റുപാടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ കാണണമെങ്കിൽ വീഡിയോ ഫുൾ ഇരുന്ന് കാണണം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി റെഡി ആവാൻ നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി റെഡി ആവാൻ നിൽക്കുകയാണ്. വലിയ മാറ്റി പുറപ്പെടലൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് മുടിയൊക്കെ കെട്ടി കുറച്ച് ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇടാം. അങ്ങനെയുള്ളൂ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലിയ ആഡംബരമായിട്ടൊന്നും നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഒരുപാട് പേരെന്റെ സ്കിൻ കെയറിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഓർക്കും കൂടിയും ഇതൊരു ഉപകാരപ്രദമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം മുതലേ നമുക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഒരു കുറച്ച് ലൈറ്റ് എഫക്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് ഓൾറെഡി ഞാൻ ഇൻട്രോ എടുത്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം. ഇനി ബാക്കി ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം. സോ നേരെ നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മള് മുഖം കഴുകണമല്ലോ. അപ്പോഴല്ലേ സ്കിൻ കെയർ ഒരു ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മുഖം കഴുകണം. സോ എന്റെ ഫേസ് വാഷ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പുറത്തു പോയാൽ പൊല്യൂഷനും ഡസ്റ്റും ഒക്കെ ആയിട്ട് നമ്മുടെ മുഖത്ത് പറ്റിപ്പിടിച്ച് പിന്നെ അത് കുരുവായി വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. സോ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ യൂസ് ആക്കണതാ നമ്മുടെ ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ്. ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് വഴി നമ്മളിപ്പോ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുഖത്ത് കുരു വരുമോ എന്നുള്ള ഒരു പേടി നമുക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ടേമറിക്കും നീമൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അതായത് കയ്പും വേപ്പിന്റെ ഇലയും പിന്നെ മഞ്ഞളുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കയ്പം വേപ്പിന്റെ ഇല പറഞ്ഞാല് നീം, അത് തന്നെയാണ് പറയുന്നത്. പിന്നെ മഞ്ഞൾ, നമ്മുടെ നാട്ടിൽ കയ്പം വേപ്പിന്റെ ഇല എന്നാണ് പറയാ. അതൊക്കെ നമ്മൾ മുഖത്ത് നാച്ചുറലായിട്ട് തേക്കണതാണ്. ഇങ്ങനെ കയ്പം വേപ്പിന്റെ ഇല എന്ന് പറയുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ നാട്ടിൽ വേറെ കാര്യം പറയാം, എന്റെ നാട്ടിൽ ഇതാണ് പറയുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. കയ്പ് വേപ്പിന്റെ ഇല എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ദ ബെസ്റ്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ഇനി ഞാൻ ഇത് യൂസ് ആക്കണം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് 100% നാച്ചുറലി ഡിറൈവ്ഡ് നീം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല ഇത് സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. നമ്മൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലൻസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീം
നീം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ഇതൊരു നീം ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസിനൊക്കെ കാരണമാവുന്ന ഒരുപാട് ബാക്ടീരിയസിനൊക്കെ കൊല്ലാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആവാനും പിമ്പിൾസൊക്കെ മാറി സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവാനും ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ വെള്ളം കൊണ്ട് കഴുകി കളയുക. ഡെയിലി 2 തവണയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഫേസ് വാഷ് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും കൂടിയാണ്. മുഖമൊക്കെ കഴുകി ഞാൻ നല്ല ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമാലയ നീം ഫേസ് വാഷ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അങ്ങനെ അതാ അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ കറക്റ്റ് 10 മണിയായപ്പോൾ നമ്മൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വരലും അങ്ങനത്തെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ അവിടെ ചെന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മളിനി പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് വല്ലാതെ ഇട്ടില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ തോന്നുക. ആ ഒരു റിഗ്രറ്റ് മൊമെൻ്റാണ് നിങ്ങൾ കാണുന്നത്, ഇട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ഫാഷൻ പാരഡിനൊന്നും അല്ലല്ലോ പോണത്, അതുകൊണ്ട് പിന്നെ ഞാനത് മൈൻഡാക്കിയില്ല. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ കുറച്ച് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കട്ടില വെക്കണ ഒരു പരിപാടിയായിരുന്നു. ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോയി കണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ജിലേബി, ലഡു എന്നുള്ളതൊക്കെ എല്ലായിടത്തും ഇങ്ങനെ വിതരണം ചെയ്യായിരുന്നു. കണ്ടോ, കട്ടില വെച്ചത് ഞാൻ നിങ്ങൾക്ക് നേരെ സൂം ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ കട്ടില വെപ്പ് തന്നെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ജിലേബിയും ലഡു ഒക്കെ ഇവിടെ അടുത്ത വീടുകളിൽ കൂടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. നമ്മുടെ പുതിയ നെയ്ബേഴ്സാണ് അവർ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊറാട്ട, പത്തിരി, കോഴിക്കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി, നമ്മുടെ പണിക്കാർക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുപോയതും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഉൾവശം ഒരു ചെറുതായിട്ടൊരു ധാരണ ഇട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ചിങ്ങനെ ക്ലിപ്സ് അങ്ങനെ എടുത്തു വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പണീൻ്റെ വൈക്ക് പോയിക്കോളും. നമ്മളിനി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനപ്പോൾ അവിടെ നിൽക്കണം. എന്നാലും നമ്മളൊരു 1 മണി വരെയൊക്കെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 മണിയൊക്കെ ആയിട്ടാണ് എത്തിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ പുതിയ വീട് പണി നടക്കണ സ്ഥലത്തേക്ക്. അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ കട്ടിൽ വെപ്പ് എന്നുള്ള ഒരു ചെറിയൊരു മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കിയതാണ്. കുറേ പേര് വീട് പണി എന്തായി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണിത്. ആൻഡ് ഫൈനലി എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ അടുത്ത ഘട്ടത്തിൽ നമ്മളെല്ലാം അറിയിക്കണതായിരിക്കും. ഞാൻ ഓൾറെഡി ഫൗണ്ടേഷൻ്റെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെറിയതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് നമ്മൾ വീടിൻ്റെ പണി കാണിക്കണുള്ളൂ, അപ്പോഴല്ലേ ഒരു ഗുമ്മിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ മനസ്സ് മാറാം, ചിലപ്പോൾ ഞാൻ നേരത്തെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കാണിച്ചെന്ന് വരാം. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.